ആരാ സഖാബ് VS? പുന്നപ്ര വയലാറിന്റെ ധീരനായകൻ. പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചപ്പോ ചോദിച്ച ചോദ്യം, കൃഷ്ണപിള്ള എവിടെ, EMS എവിടെ? തന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഒറ്റിക്കൊടുത്തിരുന്നെങ്കിൽ VS സുഖമായി തിരിച്ചു പോരാമായിരുന്നു. ജയിലിനകത്തിട്ട് ലോക്കപ്പിൽ നിന്ന് 2 കാലുകൾ പുറത്തേക്ക് വലിച്ച് അത് കയറുകൊണ്ട് കെട്ടിയിട്ട് ബാനറ്റ് കുത്തിക്കറ്റിയപ്പോ ചോര വാർന്ന് നിശ്ചലമായപ്പോ മരിച്ചുപോയെന്ന് കരുതി ശ്മശാനത്തിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോകുമ്പോ കൂടെയുള്ള കുട്ടപ്പൻ എന്ന കള്ളൻ ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ 100 വർഷത്തോളം ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി പോരാടിയ ഒരു വിപ്ലവ പോരാളിയെ കേരളത്തിന് തിരിച്ചു കിട്ടി. കൂടെയുള്ളവനെ ഒറ്റിയില്ല. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു ഇന്ത്യ രാജ്യത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ, എന്റെ നാട്ടിനടുത്ത് KC അബ്ദുള്ള മൗലവി, ഇത് ഞാൻ പറയണ്ട, MK മുനീറിന്റെ ലേഖനം, ഇതിൽ KC അബ്ദുള്ള മൗലവിയുടെ പേരുണ്ട്. പറഞ്ഞു വന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധുവാ, അടുത്ത നാട്ടുകാരനാ, തൊട്ടടുത്ത്. KC അബ്ദുള്ള മൗലവിയെ പാതിരാത്രിയിൽ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അതേ നാട്ടുകാരനായ ഹൈസ്കൂളിൽ എന്റെ അധ്യാപകനായിരുന്ന ഒരു മനുഷ്യൻ, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരി എന്താ സംഭവിച്ചത്? KC അബ്ദുള്ള മൗലവി മാപ്പ് എഴുതി കൊടുത്തു. എന്താ മാപ്പ്? ഇനി ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്നതല്ല. ഇത് നാസർ കൊളായി മാത്രം പറയുന്നതല്ല, MK മുനീറിന്റെ ലേഖനം വായിക്കണം. മാപ്പ് എഴുതി കൊടുത്തു, ഇനി ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്നതല്ല. പോലീസുകാർ കോൺഗ്രസുകാരെ വിളിച്ചു പറഞ്ഞു, കാരണം സഞ്ജയ് ഗാന്ധിന്റെ സമ്മതമാണല്ലോ. കോൺഗ്രസുകാരെ വിളിച്ചു പറഞ്ഞു ഇയാളെ മാപ്പ് എഴുതിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? കോൺഗ്രസുകാർ പറഞ്ഞു പോരാ, മകനെ കോൺഗ്രസ് ആക്കണം. മൂത്ത മകനെ കോൺഗ്രസ് ആക്കി. അപ്പോഴും കോൺഗ്രസുകാർ പറഞ്ഞു പോരാ, പിന്നെ എന്ത് വേണം? ദീപുനറിയാം, ചേന്നമംഗലൂരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ചേന്നമംഗലൂർ ഇസ്ലാമിയ കോളേജിനകത്ത് കോൺഗ്രസിന്റെ കൺവെൻഷൻ നടത്തി ഇന്ദിരാഗാന്ധിക്കും അടിയന്തരാവസ്ഥക്കും അനുകൂലമായി പ്രമേയം പാസാക്കിയ സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തേരെ മനസ്സിലാക്കിക്കോ, നിരോധിക്കപ്പെടാത്ത പാർട്ടിയായിരുന്നു CPM. അതിന്റെ കൂത്തുപറമ്പിലെ MLA പേര് സഖാബ് പിണറായി വിജയൻ. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൂത്തുപറമ്പ് ജയിലിനകത്ത്, പോലീസ് സ്റ്റേഷനകത്തിട്ട് മാറി 10-12 പോലീസുകാര് ക്രൂരമായി മർദ്ദിച്ചു. നിലത്ത് വീഴുമ്പോ റബ്ബർ പന്ത് പോലെ ചാടിയണീറ്റ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച മനുഷ്യന്റെ പേര് സഖാബ് പിണറായി. അവസാനം രക്തത്തിൽ കുതിർന്ന് ബോധം കെട്ട് വീണു. ആ രക്തത്തിൽ കുതിർന്ന ഷർട്ടുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരന്റെ മുന്നിൽ പോയി, മിസ്റ്റർ കരുണാകരൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നട്ടെല്ല് ചവിട്ടി പൊളിക്കാം, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നട്ടെല്ല് വളക്കാൻ എനിക്ക് മനസ്സില്ലടോ എന്ന് പറഞ്ഞവന്റെ പേരും സഖാബ് പിണറായി വിജയൻ.